ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അയല പച്ചക്കുരുമുളകിട്ട് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് സവാളയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസിലുള്ള സവാളയാണ്. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് ഒരു വലിയ സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കുരുമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചക്കുരുമുളക് ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി പച്ചക്കുരുമുളകും പിന്നെ ഈ സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു കുക്കറിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത് കുക്കറിലാണ്. ഇതിലാകുമ്പോൾ ഒരൊറ്റ വിസിൽ മതി ഇത് റെഡിയായി കിട്ടാനായിട്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, 1/2 ഗ്ലാസ് മാത്രം മതി. കാരണം ഇത് ഒരു വരട്ടിയതാണ്, അപ്പോൾ ഇതിലേക്ക് ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1/2 ഗ്ലാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീൻ ഇതിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 അയലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇത് ഫുള്ളായിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു മസാല നന്നായിട്ട് ഈ ഒരു മീനിൽ കോട്ട് ചെയ്യണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല നല്ലോണം കോട്ടായിരിക്കണം, എന്നാലേ ആ ഒരു മീൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. ഇപ്പം മീൻ നന്നായി മസാലയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു വിസിൽ അടയേണ്ട താമസമേ ഉള്ളൂ ഇത് റെഡി ആവാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതായിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും കുക്കറിലിടുമ്പോൾ മീൻ പൊടിഞ്ഞു പോകില്ലെന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഒരൊറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മീൻ പൊടിഞ്ഞൊന്നും പോകില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലും ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഈ കുക്കറിൽ തന്നെ എത്ര നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചട്ടിയിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി എൻ്റെ വീഡിയോസിനെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾന്ന് കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ.